ഹായ് ഫ്രണ്ട്സ്, കാട്ടക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ വീട്ടിലൊരു പേപ്പർ ബാഗ് നിർമ്മിക്കാമെന്നാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടരികിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ പേപ്പറുകളാണ്. ഇത് കളർ പേപ്പറാണ്. ഇതിന് 22 ഇഞ്ചിക്ക് 28 ഇഞ്ച് സൈസ് വരുന്ന പേപ്പറാണ്. ഇതിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ഡിഫറെൻറ്റ് കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റേഷനറി ഷോപ്പിലും അതേപോലെ തന്നെ പേപ്പർ മാർട്ട് ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കളർ പേപ്പറാണ് നമ്മൾ ആദ്യമായി എടുക്കുന്നത്. പിന്നെ വേണ്ടി നമുക്ക് ഫെവിക്കോളാണ്. ഇതിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വേണ്ടി ഇതേപോലത്തെ ടാഗുകളാണ്. ഇത് ജോഡി 2 രൂപ റേറ്റ് വരുന്ന ടാഗുകളാണ്. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് റിവിറ്റാണ്. നമുക്ക് ഹോളിൽ ഇടാനുള്ള റിവിറ്റാണ്. അപ്പോൾ ഒരു കവറിന് 4 റിവിറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് റിവിറ്റ് അടിക്കാനുള്ള ടൂളാണ്. ഇതിന് 45 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് റിവിറ്റ് പ്രസ് ചെയ്യുന്ന ടൂളാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഹോൾ ഇടാനുള്ളൊരു ടൂളാണിത്. പഞ്ചിങ് മെഷീനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമായി വേണ്ടത് ഈ പേപ്പറിൻ്റെ സെൻറ്റർ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് 28ക്ക് 22 സൈസ് വരുന്ന ഷീറ്റാണിത്. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഫോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് നമുക്കിതിനിപ്പോൾ ആവശ്യമുള്ളത്. നമ്മൾ ഉണ്ടാക്കുന്ന കവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8ക്ക് 11 ഇഞ്ച് സൈസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ പേപ്പർ നമ്മൾ കട്ട് ചെയ്തിട്ട് സൈസ് വന്നിട്ട് 14 ഇഞ്ചിക്ക് 11 ഇഞ്ച് സൈസിലാണ് നമ്മൾ പേപ്പർ ഇപ്പോൾ എടുക്കുന്നത്. അതായത് നമ്മൾ ഈ പേപ്പർ സെൻറ്റർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഇതേപോലെ കട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത പോർഷൻ ഒരു അൺഇവനായിട്ട് ഇരിക്കുന്ന പോർഷനാണ്. അത് നമുക്കൊരു 1 ഇഞ്ച് തിക്കിൽ ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ 1 ഇഞ്ച് തിക്നെസ്സിൽ ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സൈഡ് രണ്ടും അറ്റം ഒരേപോലെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളും അതേപോലെ കിട്ടുന്നതാണ്. 1 ഇഞ്ച് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ സൈഡെല്ലാം കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഫോൾഡ് ചെയ്തതിൽ നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റ് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഫെവിക്കോൾ ഇട്ട് ഒട്ടിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫെവിക്കോൾ ഇട്ടിട്ടുണ്ട്. ഇനി അതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അത് നമ്മളത് ഫോൾഡ് ചെയ്ത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെൻറ്റർ ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഫോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിവശം രണ്ടും ഒപ്പം നിൽക്കുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യാം. കറക്റ്റ് വെച്ച് ഫോൾഡ് ചെയ്യാം. എന്നാലേ നമുക്ക് ഷേപ്പ് കറക്റ്റ് വരുള്ളൂ. പിന്നെ ആ ഫോൾഡ് ചെയ്ത ഭാഗം നന്നായി പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് അതേപോലെ ഫോൾഡ് ചെയ്യാം. അതേപോലെ മറ്റേ സൈഡും ഇതേപോലെ ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1/2 ഇഞ്ച് ഫസ്റ്റ് ഫോൾഡ് ചെയ്ത പേപ്പറിൻ്റെ മുകളിലേക്ക് ആയിട്ട് ഫോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ഫോൾഡ് ചെയ്ത ഇതിലേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റി ഫോൾഡ് ചെയ്യുക. അത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ അത് പശയിട്ട് ഒട്ടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഫോൾഡ് ചെയ്തു. അതേപോലെ ഒരു 1/2 ഇഞ്ച് കയറ്റി രണ്ടാമത്തെ ഭാഗവും ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് ആ അധികം നിൽക്കുന്നതിലേക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഫെവിക്കോൾ ഇട്ട് അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു 3 ഇഞ്ച് കനത്തിൽ താഴത്തുനിന്ന് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത്
അപ്പോൾ താഴത്തത് നമ്മളതിൻ്റെ ബോർഡർ കണക്കാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ച് അകലം നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ താഴത്തു നിന്ന് മുകളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഒരു 3 ഇഞ്ച് അകലത്തിൽ മുകളിലേക്ക് ഫോൾഡ് ചെയ്യുക. അതായത് നമ്മൾ ഈ കവറിൻ്റെ സൈഡ് വരുന്നത് തിക്നെസ് വന്നിട്ട് 3 ഇഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 3 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഫോൾഡ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്താൽ നമുക്കത് ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഇത് ഫോൾഡ് ചെയ്യുക. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ചെയ്യുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഉള്ളിലൊരു ലൈന് കണ്ടില്ലേ, അതേപോലെ അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആവുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ലൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയി വരാൻ ശ്രദ്ധിക്കണം, എന്നാലേ അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് താഴത്തുനിന്ന് മുകളിലേക്ക് ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെൻറ്ററിൽ വരുന്ന ആ ലൈനില്ലേ, അതിനേക്കാളും ഒരു 1 സെൻറ്റിമീറ്റർ മുകളിലേക്ക് എടുക്കുക. ഈ ലൈനേക്കാളും 1 സെൻറ്റിമീറ്റർ മുകളിലേക്ക് കയറ്റി ഫോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. അതേപോലെ മുകളിൽ നിന്ന് താഴത്തിലേക്കും അതേപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ലൈന് കണ്ടില്ലേ, അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലം കൂടുതലായിട്ട് മുകളിലേക്ക് ഫോൾഡ് ചെയ്യുക. അതേപോലെ താഴത്തെ പോർഷനും അതേപോലെ ഫോൾഡ് ചെയ്യുക. നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫോൾഡിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷേപ്പ് കറക്റ്റ് ഫോൾഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യുക, എന്നാൽ ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ. ഇനി നമ്മൾ ആ ഫോൾഡ് ചെയ്തതിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. പശ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പശ തേക്കേണ്ട ഭാഗം ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഈ ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ മുകളിലും നമുക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് താഴത്ത് ഓവറായിട്ട് ഫോൾഡ് ചെയ്തില്ല, നമ്മൾ 1 സെൻറ്റിമീറ്റർ അകലം കൂട്ടി ഫോൾഡ് ചെയ്ത് അവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. ആ മുകളിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ അകലം കൂടുതലെടുത്തിട്ടുണ്ട്, അവിടെയും ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇത് മുകളിലത്തെ പോർഷൻ താഴത്തേക്ക് ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് സൈഡിലേക്ക് ബോർഡർ വരുന്നതാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അതായത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമ്മൾ സൈഡിൽ കണ്ടില്ല ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഫോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. അത് നമ്മൾ സൈഡിലേക്ക് വരേണ്ട ഭാഗമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്. അതേപോലെ ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഫോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ ആ അപ്പുറത്തെ സൈഡും വശം ഇതേപോലെ ഫോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. കറക്റ്റായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ട്രയാങ്കിൾ ഷേപ്പ് കറക്റ്റാക്കി എടുക്കുക. അത് നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാം. ഈ ഫോൾഡ് ചെയ്യുന്നത് നമ്മളെ സൈഡിൽ വരുന്ന ബോർഡറാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്. നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാണ് വേണ്ടത്. ഫോൾഡ് ചെയ്ത് കറക്റ്റ് പ്രസ് ചെയ്ത് ഫോൾഡ് 2 സൈഡും ഫോൾഡ് ചെയ്തു. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കറക്റ്റായി കിട്ടും. ഇപ്പം നമ്മളെ കവറിൻ്റെ വർക്ക് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി അത് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ സെൻറ്റർ ഇങ്ങനെ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആ കവറിൻ്റെ ബാഗിൻ്റെ ഷേപ്പ് കറക്റ്റായി കിട്ടും. കണ്ടത് അപ്പോൾ കറക്റ്റ് ഒരു ബോക്സി ടൈപ്പായി വന്നുണ്ട്. ഇതേപോലെ അപ്പുറത്തെ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. ഇതേപോലെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഷേപ്പ് കറക്റ്റായി ഫോൾഡായി വരുന്നതാണ്.
ഉള്ളിലേക്ക് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാഗിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് 3 ഇഞ്ച് കനത്തിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മളെ ബാഗിൻ്റെ വർക്ക് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ടാഗ് ഇടുക എന്ന് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ടാഗ് ഇടാൻ വേണ്ടത് ഒരു 2 ഇഞ്ച് അകലത്തിൽ നമ്മൾ ഹോൾ ഇടുകയാണ് വേണ്ടത്. അതായത് മുകളിൽ നിന്ന് 2 ഇഞ്ച് അകലം സൈഡിലേക്ക് എടുത്ത് നമ്മൾ ഹോൾ ഇടുക. അതായത് നമ്മൾ ടാഗ് ഇടാൻ വേണ്ടിയിട്ടാണ് അതിനെ ഹോൾ ഇടുന്നത്. പിന്നെ നമുക്കത് ഹോൾ ഇടാം. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ പഞ്ചിങ് മെഷീൻ വെച്ച് ഹോൾ ഇടുകയാണ് വേണ്ടത്. ഇതേപോലെ ഹോൾ ചെയ്യുക. ഇനി നമുക്ക് അതിൽ റിവിറ്റ് അടിക്കുകയാണ് വേണ്ടത്. ഇനി ഹോളിലേക്ക് നമുക്ക് റിവിറ്റ് വയ്ക്കാം. ഓക്കെ, ഇതേപോലെ റിവിറ്റ് വയ്ക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ആ റിവിറ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ടൂൾ ഉപയോഗിച്ചൊന്ന് നല്ല തട്ടി കൊടുക്കുകയാണ് വേണ്ടത്. ബാക്കിൽ വെച്ചൊന്ന് ഹാമറോ എന്തെങ്കിലും വെച്ചൊന്ന് തട്ടിയാൽ നമുക്കതിൻ്റെ റിവിറ്റ് കറക്റ്റ് പ്രസ്സായി നിൽക്കും. അതേപോലെ 4ലും അതേപോലെ ചെയ്യുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ടാഗ് ഇടുകയാണ് വേണ്ടത്. അപ്പോൾ ടാഗ് ഇതുപോലെ ഇടാം. അപ്പോൾ നമ്മളെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടരികിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.